കാർഷിക വാർത്തകൾ. കാർഷിക യന്ത്രങ്ങൾ സബ്സിഡിയോടെ സ്വന്തമാക്കാൻ കർഷകർക്ക് അവസരം. സംസ്ഥാന സർക്കാരിന്റെ SMAM പദ്ധതിയിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. കേന്ദ്ര സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിൽ 2026-27 വർഷത്തേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. ജൂലൈ 1 രാവിലെ 11 മണി മുതൽ അപേക്ഷകൾ സ്വീകരിക്കും. കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പാനന്തര പ്രവർത്തനങ്ങൾ, സംസ്കരണ, മൂല്യവർദ്ധിത ഉൽപാദനത്തിനുള്ള ഉപകരണങ്ങൾ എന്നിവയ്ക്ക് 40 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കസ്റ്റം ഹയറിംഗ് സെന്ററുകൾക്ക് പദ്ധതി ചെലവിന്റെ 40% വരെയും, ഫാം മെഷീനറി ബാങ്കുകൾക്ക് പരമാവധി 24 ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കും. വനാവകാശ നിയമപ്രകാരമുള്ള ഗുണഭോക്താക്കൾക്ക് 90% വരെ സബ്സിഡിയും ലഭിക്കും. അപേക്ഷകൾ കൂടുതലായാൽ ഓൺലൈൻ ലോട്ടറിയിലൂടെയാകും ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എൽനിനോ മുന്നറിയിപ്പ് ഇന്ത്യയുടെ കാർഷിക മേഖലയെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്നു. നെല്ലും ചോളവും കൃഷി ചെയ്യുന്ന നിരവധി ജില്ലകളിൽ വിളവ് 10%-ലേറെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനത്തിൽ കണ്ടെത്തിയത്. എൽനിനോയുടെ സ്വാധീനം ഇന്ത്യയിലെ കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിക്കാമെന്ന മുന്നറിയിപ്പുമായി പുതിയ പഠനം. മുൻ എൽനിനോ വർഷങ്ങളിലെ കണക്കുകൾ വിലയിരുത്തുമ്പോൾ രാജ്യത്തെ 77 നെൽകൃഷി ജില്ലകളിലും 65 ചോളകൃഷി ജില്ലകളിലും വിളവ് കുറഞ്ഞത് 10%-എങ്കിലും ഇടിഞ്ഞതായി കണ്ടെത്തി. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ അപകട സാധ്യത. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ വളർച്ചയെ അതിജീവിക്കുന്ന ഇനങ്ങളും പ്രാദേശിക കാർഷിക പദ്ധതികളും ശക്തിപ്പെടുത്തണമെന്ന് ഗവേഷകർ നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വില ഉയർന്നതോടെ മുളകിന് വീണ്ടും ഡിമാൻഡ്. കൂടുതൽ കർഷകർ ഇത്തവണ മുളക് കൃഷിയിലേക്ക് തിരിയുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ സീസണിൽ ഉയർന്ന വില ലഭിച്ചും കോൾഡ് സ്റ്റോറേജുകളിലെ പഴയ സ്റ്റോക്ക് കുറഞ്ഞതും കാരണം 2026-27 സീസണിൽ രാജ്യത്തെ മുളക് കൃഷി വിസ്തൃതി വീണ്ടും ഉയരുമെന്ന് വ്യാപാര വൃത്തങ്ങൾ വിലയിരുത്തുന്നു. കഴിഞ്ഞ വർഷം കുറഞ്ഞ വിലയും ഉയർന്ന സ്റ്റോക്കും കാരണം കർഷകർ മക്ക, പുകയില, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകളിലേക്ക് മാറിയിരുന്നു. എന്നാൽ ഇത്തവണ വില മെച്ചപ്പെട്ടതോടെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിൽ കൂടുതൽ കർഷകർ വീണ്ടും മുളക് കൃഷിയിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ അടുത്ത സീസണിൽ ഉൽപ്പാദനം ഉയരാനും വിപണിയിൽ കൂടുതൽ ലഭ്യത ഉറപ്പാക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.